അങ്ങനെ എണ്ണ തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറിച്ചു വെച്ചു. ഇനി അതൊക്കെ നല്ല ക്ലീനാക്കി എടുക്കണം. ക്ലീനാക്കി എടുത്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് അല്പം പോലും ജലാംശം ഉണ്ടായിരിക്കാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എണ്ണയിലിട്ട് കഴിയുമ്പോൾ എണ്ണ പെട്ടെന്ന് തന്നെ കനച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും, എണ്ണ പെട്ടെന്ന് തന്നെ കേടാവും. ഇതൊക്കെ ക്ലീനാക്കി എടുക്കണം. എന്തെങ്കിലും പുഴു, പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കളയണം. ചെറിയ പ്രാണികൾ ഒക്കെ ഉണ്ടോയെന്ന് പ്രത്യേകം നോക്കി നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം. എണ്ണ കാച്ചാനായിട്ട് നമ്മൾ പറിച്ചിരിക്കുന്നത് കയ്യൂന്നി, ചെമ്പരത്തിയുടെ ഇല, പൂവിൻ്റെ മുട്ട്, അതുപോലെ തന്നെ കറിവേപ്പില, തുളസിയില, ചെത്തിപ്പൂ, കറ്റാർവാഴ, മുയൽ ചെവിയൻ എന്നിങ്ങനെയുള്ള ഇലകളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറുന്തോട്ടി ഇട്ടാൽ നല്ലതാണ്. ഇങ്ങനെയുള്ള ഇലകളെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാം വൃത്തിയാക്കി എടുത്തു വെച്ചു. കറ്റാർവാഴ പറിച്ച് ഇങ്ങനെ ഒരു പാത്രത്തിൽ കുത്തി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കറ പോവാനാണ്. ഒരു മഞ്ഞ കറയുണ്ട്, ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ കറ പോയി കഴിയുമ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കറ്റാർവാഴയുടെ ഒരു മഞ്ഞക്കറയുണ്ട്, അതെല്ലാം പോയി. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് എണ്ണയിലിട്ട് ചൂടാക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുള്ളൂ. ഞാനിതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ്. രണ്ട് രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ പച്ച കളറുള്ള തൊണ്ട് കളഞ്ഞിട്ട് ആ വെളുത്ത പാർട്സ് മാത്രം എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പച്ചയോടുകൂടി തന്നെ മുഴുവനായിട്ട് അരിയുകയാണ്. അങ്ങനെ അരിഞ്ഞ് വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുത്ത് വെച്ചു. കറ്റാർവാഴയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. തലയിലെ താരൻ കളയാൻ ഉള്ള നല്ലൊരു മരുന്നാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കും. നല്ല നീളത്തിൽ മുടി തഴച്ച് വളരാൻ നല്ല ബെസ്റ്റ് ഒരു സാധനമാണ് കറ്റാർവാഴ. മുടി കൊഴിച്ചിൽ മാറി, താരനൊക്കെ മാറി നന്നായിട്ട് മുടി വളരാനായിട്ട് കറ്റാർവാഴ ഇട്ട എണ്ണ തലയിൽ തേച്ചാൽ ധാരാളം മതിയാവും. ഇനി എണ്ണ കാച്ചിയെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് എത്ര എണ്ണയാണോ നമ്മൾ കാച്ചാൻ ഉദ്ദേശിക്കുന്നത് ആ എണ്ണ മുഴുവൻ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചീഞ്ചട്ടിയിൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. എണ്ണ ഒഴിച്ചിട്ടിപ്പോൾ ചൂടായി വന്നു തുടങ്ങി. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ എണ്ണയിൽ ചേർത്ത് കറ്റാർവാഴ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കുന്ന എന്ത് വെച്ചാണോ ഇളക്കുന്നത് അതിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നു തുടങ്ങി. മുഴുവൻ കറ്റാർവാഴ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ബാക്കി പച്ചിലകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എണ്ണയിൽ കിടന്ന് ചൂടായി വരും. കറ്റാർവാഴ വാടി വരണമെങ്കിൽ കുറേ നേരം വേണം. അതുകൊണ്ട് മറ്റ് ഇലകളെല്ലാം പിന്നീടാണ് ചേർക്കുന്നത്. കറ്റാർവാഴ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ മറ്റ് ചെമ്പരത്തി, അതുപോലെ തന്നെ തുളസി ഇല എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇല പെട്ടെന്ന് കരിയും, കറ്റാർവാഴ വാടാതെ അങ്ങനെ കിടക്കും. അപ്പോൾ എണ്ണ പെട്ടെന്ന് തന്നെ കേടായി പോകും. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മരുന്നുകളും ഇലകളുമെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഇനി അത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. കറ്റാർവാഴ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തുളസിയില, ചെമ്പരത്തി, കറിവേപ്പില, കയ്യൂന്നി എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇലകളിൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തുളസിയിലയുടെ തണ്ടും പൂവും ചെമ്പരത്തിയുടെ തണ്ടൊക്കെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ വാടി വരുന്നത് വരെ ഒരുപാട് തീ കത്താതെ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി
അതിനൊരു കറക്റ്റ് പാകമുണ്ട്, ആ പാകത്തിന് വാങ്ങണം. കുറച്ച് മൂപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ എണ്ണയ്ക്കൊരു കരിഞ്ഞ മണമായിരിക്കും. നല്ല പാകത്തിൽ മൂത്ത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും. എണ്ണ കാച്ചി കഴിയുമ്പോൾ ആ എണ്ണ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടായിരിക്കും. പെട്ടെന്ന് എളുപ്പത്തിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നല്ല ക്ഷമയോടുകൂടി ഇളക്കി കൊടുത്ത് വാങ്ങി വയ്ക്കേണ്ടതാണ്. ചൂടായി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വാടി എല്ലാ ഇലകളും അതിൻ്റെ ഗുണങ്ങളൊക്കെ എണ്ണയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. എണ്ണയ്ക്ക് നല്ല സുഗന്ധം ലഭിക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മുടെ കാച്ചിയ എണ്ണ തലയിൽ തേച്ച് കഴിയുമ്പോൾ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പനിക്കൂർക്ക, തുളസി എന്നിവയൊക്കെ ചേർക്കുന്നത്. ഇലകളെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ വാങ്ങാൻ സമയമായിട്ടുണ്ട്. ഇനി കുറച്ച് മരുന്നുകളും കൂടി അതിനകത്തേക്ക് ചേർത്താൽ മതിയാകും. അരച്ച് വച്ചിരിക്കുന്ന കുറച്ച് പച്ചില മരുന്നുകളും കൂടി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 ഇനം പച്ചമരുന്നുകളും കൂടിയാണ് നമ്മൾ എണ്ണയിലേക്ക് അരച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് ചൂടായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കണം. ചേർത്ത അരച്ച് വെച്ച മരുന്നും പച്ചിലകളും എല്ലാം നന്നായിട്ട് വാടി കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ എണ്ണ എപ്പോൾ വേണമെങ്കിലും തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ജലദോഷമൊന്നും പിടിക്കില്ല. എണ്ണ കൂടുതൽ നാൾ ഇരുന്നാലും അതിൻ്റെ ഗുണം കൂടി വരികയുള്ളൂ. അങ്ങനെ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനാണ് എണ്ണ കാച്ചുമ്പോൾ അതിനകത്ത് അല്പം പോലും ജലാംശം ഉണ്ടാവരുതെന്ന് പറയുന്നത്. അങ്ങനെ നന്നായിട്ട് നല്ല പാകത്തിന് മൂത്ത് വന്നു കഴിഞ്ഞാൽ എണ്ണയ്ക്ക് നല്ല പച്ച നിറമായിരിക്കും. പച്ച നിറവും നല്ല സുഗന്ധവും ഉണ്ടായിരിക്കും. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി അധികം നേരം എണ്ണ അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ചൂടാറി കഴിഞ്ഞാൽ അത് വൃത്തിയുള്ള ഒരു പാത്രം നന്നായിട്ട് തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയായിരിക്കും നല്ലത്. എന്നിട്ട് അതിനകത്തേക്ക് അരിപ്പ വെച്ച് അരിച്ചാലും കുറച്ച് ഇലയുടെ എന്തെങ്കിലും അംശങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ എണ്ണ കേടാവും. അതുകൊണ്ട് ഒരു തുണി വെച്ചിട്ട് അതിനകത്തേക്കാണ് അരിച്ച് ഒഴിക്കുന്നത്. അപ്പോൾ ഒട്ടും ഒരു തരി പോലും വേസ്റ്റൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. നല്ല ഗ്രീൻ കളറിൽ നല്ല മണമുള്ള എണ്ണ നമുക്ക് കിട്ടും. എണ്ണ നല്ല പാകത്തിന് ആയിക്കഴിഞ്ഞാൽ അത് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളമൊന്നും തെറിക്കാതെ നോക്കണം. എന്നിട്ടൊരു പാത്രം തുടച്ച് അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയായിരിക്കും നല്ലത്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് വയ്ക്കാം. എണ്ണ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് അടച്ചു വയ്ക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി അടിച്ച് അതിൻ്റെ വെള്ളം എണ്ണയിലേക്ക് ചാടാനുള്ള ചാൻസുണ്ട്. അതുകൊണ്ട് തുറന്ന് തന്നെ നന്നായിട്ട് ആറി പച്ചവെള്ളം പോലെ നന്നായിട്ട് ആറി വരുന്നത് വരെ എണ്ണ എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു തുണിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ അരിച്ചൊഴിക്കുകയാണ്. കണ്ടോ, നല്ല പച്ച കളർ വന്നിട്ടുണ്ട് എണ്ണയ്ക്ക്. ഇനി അതൊരു വൃത്തിയുള്ള പാത്രത്തിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഒരു കേടുപോലും ആവില്ല. 1-2 കുരുമുളക് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും എണ്ണ ഇരുന്നോളും. ഇപ്പോൾ ഇതാ ഞാൻ 2 കുപ്പി എണ്ണയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല പച്ച കളറിൽ വന്നിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. മുടി പൊഴിച്ചിൽ, താരൻ എന്നിവയൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും നല്ല ഒരു എണ്ണയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക.